ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എല്ലാവരെയും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജോയിന്റ് പെയിന് ഉള്ള ആളുകളും ഷുഗർ രോഗികൾ നിർബന്ധമായും. കാരണം ഷുഗർ രോഗികൾ നിർബന്ധമായും എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഷുഗർ രോഗികൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. കാരണം രക്തം ബ്ലോക്ക് ആവുകയോ രക്തം കട്ടാവുകയോ ശരീരത്തിൽ കറക്റ്റായി ഓടുകയോ ചെയ്യാതെ നിൽക്കുമ്പോൾ പല പ്രയാസങ്ങളും ഷുഗർ രോഗികൾക്കാണ് കൂടുതലായിട്ട് അനുഭവപ്പെടുക. കാരണം അവർ മുറി ഉണ്ടാവുകയാണെങ്കിൽ അതിന് തൊലിക്കില്ല പ്രശ്നം. എല്ലാ പ്രശ്നത്തിനും രക്തോട്ടം, രക്തത്തിന്റെ സഞ്ചാരം ആവശ്യമാണ്. അത് കമ്മിയായി വരുന്ന എവിടേക്ക് കമ്മിയായി വരുന്ന അവിടെയൊക്കെ ജോയിന്റ് പെയിനുകൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും. എന്നാൽ ഈ എക്സസൈസ് ഷുഗർ രോഗികൾ മാത്രമല്ല എല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ്. രണ്ടാമത്തെ, ഇനി നമ്മൾ 1, 2, 3 വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് എന്തിനാണ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വിശദീകരിക്കുന്ന വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് എൻ്റെ വീഡിയോ കാണാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് എന്നുള്ള വീഡിയോ 1, 2, 3 കാണണം. അവിടെ നിന്നിട്ട് തുടർച്ചയായിട്ട് കാണണം. നമ്മൾ ഇന്നലെ ഇതിന്റെ മുന്നുള്ള വീഡിയോയിൽ നമ്മൾ പഠിച്ച എക്സസൈസിനെ പൂർണ്ണ രൂപത്തിൽ ഞാൻ കാണിച്ചു തരികയാണ്. 3 സ്റ്റെപ്പ് ഒരേ സ്റ്റെപ്പിൽ കാണിക്കുകയും ലാസ്റ്റ് അതിനെ നമ്മൾ റിലാക്സ് ചെയ്തുകൊണ്ട് ഈ എക്സസൈസിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. ആ റിലാക്സ് ചെയ്യുമ്പം എന്തെല്ലാമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വീണ്ടും ഞാനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് ഞാൻ കൗണ്ടിങ് പറയുകയില്ല, നിങ്ങൾ അത് കൗണ്ട് ചെയ്യണം. കാരണം നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാവണം. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു എക്സസൈസ് ആണ് പെരഡിയുടേത്. ഈ പെരഡിയുടെ എക്സസൈസ് തുടങ്ങണം ആദ്യം. ഫസ്റ്റ് ആയിട്ട് ഈ എക്സസൈസ് തല ആദ്യം ചെയ്യേണ്ടത് താഴെ ഭാഗത്തേക്ക് താടിയല് നെഞ്ഞത്ത് കുത്തണം. അതിന് പരമാവധി സ്ലോയില് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതും 12 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഞാൻ കാണിച്ചു തരാം. 12 പ്രാവശ്യം ഞാൻ ഒരു തവണയെ കാണിച്ചു തരുന്നുള്ളൂ. അത് 12 തവണയായിട്ടാണ് ചെയ്യേണ്ടത്. മേലക്ക് 1 ഉണ്ട്, 2 എന്ന് പറഞ്ഞാൽ താടിയല് നെഞ്ഞത്ത് കുത്തുകയും പെരടി പൂർണ്ണമായി എത്രത്തോളം സാധിക്കുന്നോ അത്രത്തോളം ഇതിനെ പൊന്തിച്ചു കൊണ്ടുപോകണം. ഇവിടെ ടൈറ്റ് ചെയ്ത് നിൽക്കണം. പരിപൂർണമായി തലേനെ ഇങ്ങനെ ഇങ്ങോട്ട് ഫ്രണ്ടിക്കും നേരെ മേലോട്ടും 12 പ്രാവശ്യം. നേരെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. കഴിയുന്ന പരമാവധി എത്രയാണോ ഒരാളെ കൊണ്ട് വേദന ഉണ്ടെങ്കിലും സഹിച്ചുകൊണ്ട് 1, 2. ഈ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ എണ്ണരുത്. രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് എണ്ണേണ്ടത്. അപ്പോഴാണ് കൗണ്ടിങ്ങിൽ എണ്ണം ക്ലിയർ ആയി കിട്ടുക. 2 അല്ല 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇങ്ങനെയുള്ള കൗണ്ടിങ് ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഫ്രണ്ടിക്ക് ചെയ്യണം, പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചെയ്യണം 10. അതിനുശേഷം ലെഫ്റ്റ് ആൻഡ് റൈറ്റിക്ക് തിരിഞ്ഞു നോക്കണം. പരമാവധി ഇവിടേക്ക് നമ്മളെ താടി മുഖം ഇങ്ങോട്ട് ഈ കയ്യിന്റെ ഈ ഭാഗത്തേക്ക് തിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടേക്ക് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 1 എണ്ണുക. 12 പ്രാവശ്യം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
ഞാൻ താഴെ മേനക്കും ഒരു പ്രാവശ്യം കാണിച്ചു തന്നിട്ടുള്ളൂ. അത് ഞാൻ 10 പൂർത്തിയാക്കുകയാണ്. 1 2 3 4 5 6 പരിപൂർണമായി മേലേക്ക് പോകണം. 7 9 10. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കൈ കൊണ്ട് നെറ്റിമ കൈ വെച്ചിട്ട് തല കൊണ്ട് മുന്നിക്ക് ഈ കൈമക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക. തല പ്രസ് ചെയ്യുക, ഈ കൈ കൊണ്ട് ബാക്കിക്ക് പുഷ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ കൊണ്ട് തലേനെ ബാക്കിക്ക് അമർത്തുക. ഈ കൈ കൊണ്ട് തലേനെ ബാക്കിക്ക് അമർത്തുക, തല കൊണ്ട് കൈയിനെ മുന്നിക്ക് തള്ളുക. 10 പ്രാവശ്യം. 1 2 3 4 5 6 7 8 9 10. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ കൈ കൊണ്ട് തലേനെ ബാക്കിക്ക് പുഷ് ചെയ്യുക, കൈ കൊണ്ട് മുന്നിക്ക് പുഷ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. ഇതൊരു 20 20 20 25 25 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. അപ്പൊ മുന്നിക്ക് ചെയ്തു, ബാക്കിക്ക് ചെയ്തു. ഇനി ഈ കൈ കൊണ്ട് സൈഡ് വെക്കുക. കൈ ഈ ഭാഗം കൊണ്ട് കൈ തലേനെ അങ്ങോട്ട് പുഷ് ചെയ്യുക, കൈ കൊണ്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യുക. നല്ല ടൈറ്റ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, ലൂസിലല്ല. കുറച്ച് ദമ്മ് കൊടുക്കണം, പെരടി ഒന്നും ചെറിയരുത്. തല മാത്രം പുഷ് ചെയ്യുക, കൈ കൊണ്ട് ഇങ്ങോട്ട് പുഷ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റൈറ്റ് കൊണ്ട് തലേനെ ഈ ലെഫ്റ്റ് റൈറ്റ് ഭാഗത്തേക്ക് പുഷ് ചെയ്യുക, കൈ കൊണ്ട് തലേനെ ഇങ്ങോട്ട് അമർത്തി കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 7 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 6 7 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 5 6 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 9 10. 1 2 3 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 5 7 8 9 10 11 12 13 14 15. ഈ 3 വിരൽ വെച്ചിട്ട് ഈ മോതിര വിരലാണ് ഇവിടെ വരേണ്ടത്. ബാക്കി 3 വിരൽ ഇതിന്റെ ബാക്കിലാണ് നിൽക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ നിൽക്കണം. ഓക്കെ, കാണുന്നുണ്ടാവും. ഇങ്ങനെയല്ല, ഇങ്ങനെ ഈ തുമ്പ് കൊണ്ടാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, 1 3 നമ്മളെ 10 എണ്ണുമ്പോഴേക്കും ഒരു 20 പ്രാവശ്യം ടൈപ്പ് ആയിട്ടുണ്ടാവും. നിങ്ങൾ പതുക്കെ എണ്ണേണ്ടത് കേട്ടോ. എണ്ണല് പതുക്കെ എണ്ണുമ്പോൾ കൈ ഇതേപോലെ തന്നെ ചലിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്ത് സംഭവിക്കും? ടൈപ്പ് ചെയ്യൽ കൂടും. അല്ലാതെ 10 എണ്ണം എന്നല്ല, അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്.
ഈ തന്താം വിരല് സെൻറ്ററത്തെ വിരലും ഉള്ളിലും നെറ്റിമൈ വിരലും പതുക്കെയാണ് മേടേണ്ടത്. ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിൽ ഇങ്ങനെ എണ്ണണമെങ്കിൽ എണ്ണുണ്ടെങ്കിൽ എണ്ണണ്ട, നിർബന്ധമൊന്നുമില്ല. എണ്ണം പിടിക്കണം നിർബന്ധമല്ല, ഇത് ചെയ്യണമെന്നാണ് നിർബന്ധം. എണ്ണം പിടിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 3 ടൈമിലാണ് ഇത് ചെയ്യേണ്ടത്. 1 അത് ഞാൻ കുറച്ച് ഫാസ്റ്റ് ചെയ്യുന്നത് കാണുക. 1 ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. 3 ടേം നിർത്താതെ ചെയ്യാനുള്ളതാണ്. അതാണ് പ്രാക്ടീസ് ആദ്യം ഞാൻ ചെയ്യിപ്പിച്ചത്. ഇത് കണ്ടുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കണ്ണ് ചിമ്മിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. ആദ്യം പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മളിങ്ങനെ കാണിച്ചിട്ടുള്ളത്. ഞാൻ പൊസിഷനൊക്കെ ആദ്യം കാണിച്ചു തന്നുകൊണ്ടാണ് ഈ വീഡിയോയിൽ പൊസിഷൻ പറയാത്തത്. കാരണം അത്രയും സമയം വേസ്റ്റ് ആകും, സമയം ദീർഘിച്ചു പോകും. സമയം കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 4 പേര് 1 2 3 4 നാലാമത്തെ പോയിന്റ്. ഈ വീഡിയോന്റെ മുന്നേ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കൈ മൂക്കിന്റെ നെറ്റിന്റെ ഇടയിൽ വെക്കണം. അപ്പൊ കാണാത്ത ആൾക്കാരും 1-2 വീഡിയോസ് കാണണം. അപ്പോഴാണ് ഇതിനെ വിശദീകരിച്ചത് മനസ്സിലാവുക. ഈ റിബിനിൽ തന്നെ പോയിന്റ് വരും, അവിടെ തന്നെ ചെയ്യണം. തുടക്കത്തിൽ കുറച്ച് വേദന ഒക്കെ ഉണ്ടാവും ചെറിയ, അത് സാരല്ല, പിന്നെ ശരിയാവും. മുഷ്ടി പിടിക്കുക. കൈ എത്തുന്ന ഭാഗത്തൊക്കെ ഇടിക്കുക. സെന്ററാണ് മെയിൻ പോയിന്റ്. അവിടെ ഇടിച്ചതിന് ശേഷം പിന്നെ 1 1 2 3 4 നാലാമത്തതാണ് റിബിൻ. ഇതിന്റെ ഒരു റിബിൻ ഉണ്ട്. ഇതിന്റെ സൈഡ് ഇവിടെ വരും. അവിടെയാണ് ഇതിന്റെ പോയിന്റ് വരിക. കൈ മൂക്കിന്റെ സെന്ററിൽ വരണം. ഞാൻ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൈ പൊതിച്ച് കാണിച്ചു തരുന്നത്. ഓക്കെ, കൈത്തൊക്കിന്റെ സെന്ററിലുള്ള ഇറച്ചിക്കാണ് മുഷ്ടി കൊണ്ടുള്ള ഹിറ്റ് ചെയ്യേണ്ടത്. കൈ എത്തുന്ന ഭാഗത്തൊക്കെ ഹിറ്റ് ചെയ്യണം. വാരിയലിന്റെ സെന്ററിൽ ഞാൻ ഈ അടയാളം കാണിച്ചു തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്ക് പഴക്കരുത്. മുട്ട് കൗണ്ട് ചെയ്താൽ കുഴപ്പമില്ല, മനസ്സിലാവും. എത്ര കഴിയണ അത്ര കൂട്ടിക്കൊണ്ടുവരും. ആദ്യത്തേതിൽ കൂട്ടിക്കൊണ്ടുവരാ, പിന്നെ രണ്ടാമത്തേതിൽ സ്വാഭാവികമായിട്ട് കുറയും കൈ കഴിഞ്ഞിട്ട്. അതുകൊണ്ട് 12 12 12 സ്റ്റാർട്ട് ചെയ്താൽ മതി. വീണ്ടും വരിക. കൗണ്ട് ചെയ്യുക. 10 12 12 ആദ്യം ചെയ്യുക, പിന്നെ 10 ചെയ്യുക, പിന്നെ അങ്ങനെ കുറച്ച് വരാം. മൂന്നാമത്തെ ആകുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കഴിയും. ഓക്കെ, സെന്ററിൽ കൈ വെച്ചിട്ട് ലേശ താഴത്തേക്ക് വലിച്ചിട്ടാണ് പിന്നെ ടാപ്പ് ചെയ്യുന്നത്.
1 2 3 4 5 6 7 8 9 10 11 12 1 2 3 4 5 6 9 10 പതുക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. ബാക്കി ഭാഗത്ത് ടൈപ്പ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെ കിട്ടൂല. അത്തരം ഞരമ്പുകൾക്ക് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പൊ ഇത് പതുക്കെ ചെയ്യരുത്. കുയില് സെൻറ്ററത്തെ വിരലും നെറ്റിയില് മറ്റേ വിരലും. ഓക്കെ. അപ്പൊ നെറ്റിക്കാണ് ചൂണ്ടാ വിരല് കൊണ്ട് ഇറ്റ് സെൻറ്ററിനെക്കാട്ടിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ. തെറ്റിദ്ധരിക്കരുത്. കണ്ണിന്റെ മുന്നിക്കല്ല ഈ മോതിര വിരല് കണ്ണിന്റെ ഈ അറ്റത്തും ബാക്കി വിരൽ ഈ സൈഡിലേക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. അപ്പൊ 3 വിരൽ ഇവിടെ പതിഞ്ഞിരിക്കണം. തലവേദന നമുക്ക് കൂടുതൽ ഉണ്ടാവണം കണ്ടിട്ടില്ലേ. ഇതെല്ലാം നിങ്ങൾ ചെയ്തതിന്റെ ശേഷം 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയമായിട്ട് ആസ്വദിക്കാൻ കഴിയും. 1-2 ദിവസം പോഴുമ്പോഴേക്കും നിങ്ങളുടെ ശരീരത്തിന് വളരെ ആശ്വാസവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ശരീരത്തിന് അനുഭവപ്പെടാൻ കഴിയും. ശരീരത്തിലൊരു സുഖല്ല മാറ്റം, സുഖല്ല കൈ കാലിൽ കടച്ചിൽ ഒഴിവായി കിട്ടും. ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കും. ആ മാറ്റം നിങ്ങൾ ആസ്വദിക്കണം, മനസ്സിലാക്കണം. ഇപ്പൊ എനിക്ക് ഒന്നുമില്ലല്ലോ എന്നുള്ള ശരീരത്തിന് ശ്രദ്ധിക്കണം. ഇതുവരെ എനിക്കുണ്ടായിരുന്ന വേദനകളൊക്കെ ഇപ്പൊ ഉണ്ടോ, ഇല്ലേ, മാറുന്നുണ്ടോ, സുഖമുണ്ടോ എന്നൊക്കെ അനുഭവിക്കണം. അല്ലാതെ ഇങ്ങനെ ചെയ്ത് കണ്ട് അങ്ങനെ നീച്ച് പോലല്ല. ചെയ്തതിന്റെ ശേഷം 1 ആഴ്ച കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞ ശരീരത്തിന് സുഖം ഉണ്ടോ എന്ന് ആസ്വദിക്കണം. സുഖം ഉണ്ട് എന്ന് ഉറപ്പിക്കണം. ഇതിന്റെ പ്രതിഫലം പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് എക്സസൈസ് ചെയ്യുന്നോണ്ട് തന്നെ. ഓക്കെ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, കണ്ണ് ചിമ്പിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പ്രാക്ടീസിന്റെ പ്രത്യേകത. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും സംസാരിക്കൂല, ഞാനും സംസാരിക്കൂല. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഏകാന്തത അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? ആലോചിക്കേണ്ടതാണ് പറയുന്നത്. ഭാവനകൾ എല്ലാവർക്കും ഉണ്ടല്ലോ മനസ്സിൽ. ആ ഭാവനകള് അതിൽ നിന്ന് പല നല്ല നല്ല ചിന്തകളിലേക്ക് പോകണം. വെറുപ്പ്, വിദ്വേഷം, അസൂയ, കുശുമ്പ് ഇതെല്ലാം ശരീരത്തിൽ നിന്ന് മാറണം. അപ്പോഴാണ് തലച്ചോറിക്ക് നല്ല മെസ്സേജ് പോവുക, ഹൃദയം ശുദ്ധിയാവുക. ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ ശരീരം മൊത്തം ശുദ്ധിയാകും. ഹൃദയം ശുദ്ധിയായാൽ ശരീരം മൊത്തം ശുദ്ധിയാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറഞ്ഞതാണ്, ഹൃദയം ശുദ്ധിയായാൽ ശരീരം മുഴുവൻ ശുദ്ധിയാകും. ഹൃദയം മലിനമായാൽ ശരീരം മുഴുവൻ മലിനമാകും. ആ പ്രചോദനാണ് എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. കൂടുതലായിട്ട് കാണിക്കാനും സത്യസന്ധമായി മനസ്സിലാക്കി തരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം തന്നെ ഇതാണ്. തനിക്ക് കിട്ടിയ അറിവ് താൻ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് എനിക്ക് കിട്ടിയ അറിവ് ഭൂമിയിൽ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തു. ആര് ചെയ്തു ചെയ്തില്ല എന്നെ സംബന്ധിച്ചുള്ള എനിക്കൊരു വിഷയമേ അല്ല. ആര് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അതും എനിക്കൊരു വിഷയമല്ല. എൻ്റെ വിഷയം 1 2 3 4 ഞാൻ കാണിച്ചു തരിക, ഞാൻ ആസ്വദിച്ചത് നിങ്ങൾ ആസ്വദിക്കുക. എന്നോട് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ബൈക്ക് ഓട്ടരുത്, ബൈക്ക് തന്നെ ഓട്ടാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. എൻ്റെ കഴുത്തില് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞതാണ്. ഞാൻ അതിനെ വിസമ്മതിക്കുകയും ഞാൻ വേറെ മാർഗം ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും അങ്ങനെ ഈ മാർഗം കണ്ടെത്തുകയും ഇന്നെനിക്ക് എൻ്റെ കൈയൊക്കെ ഞാൻ നിങ്ങൾക്ക് ശരിപ്പിച്ച് കാണിച്ചു തരുന്നില്ലേ, ഇതന്നെയാണ് തെളിവ്. ഇതിലപ്പുറം എനിക്കൊരു തെളിവ് ആർക്കും തരേണ്ട കാര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഇത് ആസ്വദിക്കണം. ഞാൻ സംസാരിക്കുന്നുണ്ട്, ഏതെങ്കിലും പോയിന്റ് വിട്ടുപോകുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഏകാന്തത ആയിട്ട് ചെയ്യേണ്ട കാര്യമാണിത്. ഈ എക്സസൈസ് പ്രത്യേകിച്ചു. കാരണം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും തലച്ചോറിനെയും നല്ല മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല മെസ്സേജ്. അതിനാണ് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആദ്യം 1 2 3 വീഡിയോ കാണുക, അതിൽ പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് ഇത് പരിപൂർണമാണ്. 3 ടേൺ ആണ് ചെയ്യുന്നത്. കണ്ണ് ചിമ്മിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം കണ്ണ് തുറന്നുകൊണ്ട് പോയിന്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഇതേപോലെ കണ്ണ് ചിമ്മിക്കൊണ്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ പെരടി ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തന്നു. ആ പെരടി ചെയ്യേണ്ട എക്സസൈസ് ആദ്യം ചെയ്യണം.
എന്നിട്ട് ഇതിലേക്ക് പ്രവേശിക്കണം. ഇതാണ് ഇതിൻ്റെ ഇത്. കറക്റ്റ്. ആദ്യം പെരടി, താഴോട്ട് മേലൊക്കെ ലെഫ്റ്റ് റൈറ്റ് എല്ലാം ചെയ്തതിന്റെ ശേഷം 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. ഞാനിതിൽ കയ്യിന്റെ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കയ്യിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അത്രയും കാര്യം അതിൽ ചെയ്താൽ മതി. 1 2 3 4 5 8 9 10. 1 2 3 4 7 8 9 10. 1 2 3 4 5 6 10. 6 7 9 6 7 8 9 10. കറണ്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചം ലേശം കമ്മി ഉണ്ടാവും. എന്നോട് ക്ഷമിക്കണം. ഞാനിത് നിർത്തൂല. നിർത്തിക്കാണ്ട് ലൈറ്റിനെ വെയിറ്റ് ചെയ്യൂല. എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ ഇതിൽ കാണുന്നുണ്ട്. 1 2 ഇത് മൂന്നാമത്തെ ടേണാണ്. ഇതേപോലെ 3 ടേൺ പൂർത്തിയാക്കൽ നിർബന്ധമാണ്. കൈ അടിക്കലും ചോപ്പ് ചെയ്യലും ബാക്ക് കൈ അടിക്കലും കൂടുതൽ 25 പ്രാവശ്യം അവസാനം ചെയ്തിരിക്കണം. ഇതിന്റെ പൂർത്തീകരണത്തിൽ ആ കയ്യോടോട് കൂടിയിട്ടാണ് നമ്മൾ നിർത്തേണ്ടത്. കാണുക. വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ കാണുക. ഇതൊക്കെ ചെയ്തതിന്റെ ശേഷം വീട്ടിലുള്ള ആൾക്കാർ ആരോ നിങ്ങളത് അവരോട് പറഞ്ഞിട്ട് ചുടുവെള്ളം നന്നാക്കി കല്ലുപ്പ് ഇട്ടുകൊണ്ട് നന്നാക്കി ചുടുവെള്ളമാക്കിയതിന് ശേഷം പാകത്തിന്റെ ചൂടില് പുറം ഭാഗത്ത് പെരടിയുടെയും കൈപ്പത്തിയുടെയും സെന്റർ അവിടെ നിങ്ങൾ ചൂട് പിടിക്കണം. കുറച്ചു നേരം ഡെയിലി 30 ദിവസം പെരടിന്റെ 2 സൈഡ് പുറം ഭാഗം ചൂട് പിടിക്കണം. ഈ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം എന്നിട്ടേ കുളിക്കാൻ പാടുള്ളൂ. 1 2 3 4. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കറണ്ട് പോയിട്ടുണ്ട്, മഴക്കാലമാണ്. ഞാൻ ഈ എക്സസൈസ് നിർത്തൂല. നിങ്ങളും നിർത്തരുത്. ഇരുട്ടായാലും ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. ഇരുട്ടായാലും ഈ എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അതുകൊണ്ടാണ് കണ്ണ് ചിമ്മിക്കൊണ്ട് എല്ലാ പോയിന്റുകളും ആദ്യം കൃത്യമായി മനസ്സിലാക്കുക. മനസ്സിലായതിന് ശേഷം നിങ്ങൾ കൃത്യമായി അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റെപ്പുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയത് കൊണ്ട് ഒരു വിരോധവുമില്ല. എല്ലാ സ്റ്റെപ്പുകളും കൃത്യമായി ഓർമ്മ വെക്കണം. ഇത് ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ലാസ്റ്റത്തിൽ ചെയ്യാവുന്നതാണ്. വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. പെരടിയുടെ എക്സസൈസ് 3 ടൈമിലാണ് ചെയ്യേണ്ടത്. അതൊരു 15 പ്രാവശ്യം ചെയ്താൽ മതി. 25 ചെയ്യാം. കൂടുതൽ വേദന ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതെ നിൽക്കണ്ട. കറണ്ട് വന്നു, ഞാൻ അതാ പറഞ്ഞത്, ഞാൻ നിർത്തൂല. ഇതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. വേറെ മാർഗം എനിക്കില്ല. അപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും എല്ലാ ഞരമ്പുകളും കൈകളും നമ്മളെ ബുദ്ധിയും എല്ലാം ആക്റ്റീവ് ആകുന്ന ഒരു എക്സസൈസ് ആണ്. ഓക്കെ. മുട്ടുവേദന, സന്ധിവേദന, കാലിന്റെ അടിയിലുള്ള തരിപ്പ്, പെരടി വേദന, കൈ കടച്ചില് എല്ലാം മാറിക്കിട്ടും. ഇന്ന് ചെയ്ത് നാളെ മാറുന്നല്ല ഇതിന്റെ അർത്ഥം. ഇത് റെഗുലറായിട്ട് 30 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഇത് 3ാമത്തെ റൗണ്ട് തീർന്നു. ലാസ്റ്റ് റൗണ്ടിൽ എന്താ ചെയ്യേണ്ടത്? അതേ പണി എടുക്കുക. ഈ പണിയിലാണ് അവസാനിക്കുക. നോക്കുക. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 7 8 9 10. 1 2 3 4 5 6 9 10. 1 2 3 4 5 6
10, 1, 2. ഇനി ഇത് 25 പ്രാവശ്യം എടുക്കണം. 1, 2, 3, 4. കൂടിയാലും കുഴപ്പമില്ല, അത് നിർബന്ധമാണ്. കൈയിന്റെ ഉള്ളിലെ എല്ലാ ഞരമ്പുകളും ആക്റ്റീവ് ആകും. ഓക്കെ, കൈ കൊട്ടുക എന്നല്ല ഇതിന്റെ അർത്ഥം. കൈയിന്റെ ഉള്ളിലുള്ള ഞരമ്പുകൾ ഫുള്ളായിട്ട് ആക്റ്റീവ് ആകും. ആ 25, 30 ലാസ്റ്റ് നിർത്താതെ അടിക്കണം. 25, 30. 25, 30 ലാസ്റ്റ് മൂന്നാമത്തെ ടേണിൽ ലാസ്റ്റ് ഇത് ചെയ്തിട്ടാണ് കണ്ണ് ചിമ്മേണ്ടത്. കണ്ണ് ചിമ്മുന്ന സമയത്ത് നമുക്ക് നല്ല നല്ല ആലോചനയിലേക്ക് പോകാം. ഓക്കെ, ഇത് അവസാനിച്ചു. ഇനി നിങ്ങൾ കൈ ഇതേപോലെ തന്നെ താത്തിയിട്ടുകൊണ്ട് കണ്ണ് ചിമ്മി നമ്മളൊരു ലോകത്തിലേക്ക് പോവുക. ഒറ്റയ്ക്ക് സഞ്ചരിക്കുക. സ്കൂൾ പോയിരുന്ന കാലം, നമ്മുടെ ബാല്യകാലം, മഴക്കാലത്ത് കളിച്ചത്, പാടത്തുകൂടെ സഞ്ചരിച്ചത്, പുഴ തീരത്തുകൂടെ സഞ്ചരിച്ചത്, പുഴയിൽ കുളിച്ചത്, യാത്ര ചെയ്ത നല്ല നല്ല അനുഭവങ്ങൾ, പ്രകാശങ്ങൾ, നല്ല പ്രകാശം, പുലരികൾ, മലകൾ. പിന്നെ മനസ്സിനോട് പറയാം, സോറി, എൻ്റെ ശരീരത്തിന് ഞാൻ കൊടുത്ത ഭക്ഷണം, വളരെ മോശമായ ഭക്ഷണം കൊടുത്തുകൊണ്ട് എൻ്റെ അവയവത്തിന് ഞാൻ തന്നെ ദ്രോഹിച്ചു. എൻ്റെ ഹൃദയത്തിനെ ഞാൻ ദ്രോഹിച്ചു. എൻ്റെ ശരീരത്തിൽ ഉള്ള അവയവം, ദൈവം അള്ളാഹു എനിക്ക് തന്ന അവയവം കൃത്യമായി അതിനെ പരിപാലിക്കാതെ ഞാൻ ദ്രോഹിച്ചു. അത് കാരണം ഞാൻ രോഗിയായി. ഇനി ഞാൻ ആ രോഗം മാറ്റാൻ വേണ്ടി എൻ്റെ ശരീരത്തിന് നല്ല ഭക്ഷണവും നല്ല ആരോഗ്യത്തിന് വേണ്ടുന്ന എക്സസൈസുകളും കൊടുത്തുകൊണ്ട് മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഇത് പറയല്ല ചെയ്യുക, മനസ്സിൽ ചിന്തിക്കുകയാണ് ചെയ്യുക. ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ പറയുന്ന സന്ദർഭത്തിലും ഈ ചിന്തിക്കുന്ന സന്ദർഭത്തിലും നിങ്ങളെ മനസ്സിൽ നാളെ ജോലിയുണ്ട്, കുട്ടീനെ കെട്ടിക്കണം, പണിയെടുക്കണം, ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഭക്ഷണമായിട്ട് നമ്മൾ ശരീരത്തിന് നല്ലത് കൊടുക്കുന്നു, എക്സസൈസ് ആയിട്ട് ശരീരത്തിന് കൊടുക്കുന്നു, ഹൃദയത്തിനും തലച്ചോറിനും നല്ല മെസ്സേജ് കൊടുത്തുകൊണ്ട് അതിനെയും നമ്മൾ ശാന്തമാക്കുന്നു. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചിന്തിക്കാം. ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും കോപവും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് നമ്മൾ സ്വയം നശിച്ചുകൊണ്ടേയിരിക്കും, നമ്മൾ അറിയാതെ. തലച്ചോറ് ആ രീതിയിലാണ് പ്രവർത്തിക്കുക, ആ രീതിയിലാണ് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുക. അതുകൊണ്ട് രോഗി പെട്ടെന്നായി മാറും. അതുകൊണ്ട് ആ സ്വഭാവങ്ങൾ ഈ ഭക്ഷണ രീതിയും ഈ എക്സസൈസിലൂടെയും ഈ ചിന്തയിലൂടെയും മാറ്റണം. 3 കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഭക്ഷണം നല്ലത് കഴിക്കുക, ഷുഗറിന് മാറ്റം വരുത്തുക, എക്സസൈസ് ചെയ്യുക, ശരീരം മുഴുവൻ ആക്റ്റീവ് ആവുക, ഹൃദയത്തിനെയും തലച്ചോറിനെയും ശുദ്ധീകരിക്കുക. ഇത്രയും ആലോചിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഒരു 10 സെക്കൻഡ് ഇരുന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണ് തുറക്കണം. ആ പുഞ്ചിരി നമുക്കുള്ളതാണ്. ആലോചിക്കണം, മടിക്കരുത്. പതുക്കെ കണ്ണ് തുറക്കുക. വലിയൊരു അനുഭവമായിട്ട് കിട്ടുക. ഇനി ഒരു 10 ബ്രീത്ത് നന്നായി വലിച്ചിട്ട് പതുക്കെ വിടുക. ഓക്കെ, ഇതുപോലെ 10 ബ്രീത്ത് എടുക്കുക. വീഡിയോ നീണ്ടുപോയി വിചാരിച്ചിട്ടാണ് ചെയ്യാത്തത്. എടുക്കുക. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം നല്ല ചുടുവെള്ളത്തിൽ കല്ലുപ്പ് ഇട്ടുകൊണ്ട് പുറം ഭാഗം മുഴുവനും
പെരടി പുറം ഭാഗം വീട്ടിലുള്ള ആളോട് പിടിച്ചു തരാൻ പറയാ, തിരിച്ച് അങ്ങോട്ടും ചെയ്തു കൊടുക്കുക. എല്ലാവരും ചെയ്യണത് ചെയ്ത് അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് മനസ്സിലാകും ഇത് അത്യാവശ്യമാണെന്നുള്ളത്. നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് ആക്റ്റീവായത് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. ഓക്കെ, ഇനി എൻ്റെ വീഡിയോസുകൾ ഇന്ന് ആഡ് ചെയ്തത് പെരഡിൻ്റെതാണ്. നാളെ ഇനി ഈ എക്സസൈസ് അല്ല, വേറെ എക്സസൈസ് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ ഒന്ന് ബാച്ച് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക, കണ്ണ് ചിമ്മി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ വീഡിയോ, എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. എന്നോട് കൂടി നിങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസം കിട്ടണമെന്ന സതുദ്ദേശത്തോടു കൂടി പങ്കാളിയാവുക, അറിയിച്ചു കൊടുക്കുക. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഇനി അടുത്ത ജോയിന്റുകൾക്കുള്ള എക്സസൈസ് വേറെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരുന്നതാണ്. അതുവരെ തന്നെ ഞാൻ നിങ്ങളോട് വിട ചോദിക്കുന്നു. താങ്ക് യു.